എന്തുവാടാ ഇത്? Save water! Save water! Save water! കൊച്ചലിയ, ഈ വാച്ച്മാന് കുടിക്കാനായിട്ട് വെള്ളം കിട്ടില്ലെന്ന് തോന്നുന്നു. ഈ പാതിരാത്രിയിൽ കുത്തിയിരുന്ന് സേവ് വാട്ടർ എന്ന് വിളിച്ചു പോവാ. നിന്റെ കണ്ണുകൾ വളരെ സുന്ദരമാണ്. തമാശ പറഞ്ഞാലും മുത്തശ്ശനും മുത്തശ്ശിയും ചിരിക്കും. ചൂണ്ടയിട്ടാൽ നമുക്ക് കിട്ടും നല്ല മുഴുത്ത മീനുകൾ. ഈ കാരണങ്ങളാൽ എനിക്ക് ഇപ്പോൾ ഉറക്കം വരുന്നില്ല. ഓ ഏ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്? അത് മാത്രം ചെയ്യ്. തരികിടുതവും എല്ലാവരും വെള്ളം സേവ് ചെയ്യൂ. സേവ് ദ വാട്ടർ. ചുപ് 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 ചുപ്. സേവ് ദ വാട്ടർ. ചുപ് ചുപ്. ഈ ചുക് എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ വന്നത് ട്രെയിനിലാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ആ സോണിലാണ്. സേവ് വാട്ടർ. ഓ യാ സേവ് വാട്ടർ. ഞങ്ങൾ എവിടെ താമസിക്കുന്നോ അവിടെ വെള്ളം കുറഞ്ഞ് വെള്ളം തന്നെ ഇല്ലാതാകുന്നു. ഓ യാ സേവ് വാട്ടർ. ലാഭമല്ല, എന്നെയാ പറഞ്ഞേക്കാം കേട്ടോ. നിങ്ങളുടെ കൂടെ ഈ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ട്രെയിനിലൊരു പൊണ്ണ തടിയന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാ. വെള്ളത്തെ രക്ഷിക്കൂ. ലോകത്തിലെ വെള്ളമെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ വെള്ളമെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ് സാർ. വെള്ളം 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 സാർ, കുടിക്കാൻ കുറച്ച് വെള്ളം തരൂ. നീ എന്നോട് വെള്ളം ചോദിച്ചു, എന്നാൽ എനിക്ക് നിനക്ക് വെള്ളം തരാൻ കഴിയില്ല. എന്നാൽ വെള്ളം എവിടെ കിട്ടുമെന്ന് എനിക്ക് തീർച്ചയായും പറയാൻ കഴിയും. എവിടെയാണ് സാർ? ഈ ദൂരദർശിനി വെച്ചുകൊണ്ട് മുകളിലെ ചന്ദ്രനിലേക്ക് നോക്ക്. ചന്ദ്രനിൽ ഒരുപാട് വെള്ളമുണ്ട്. ഇത് ഞാൻ സയൻസിൽ പഠിച്ചതാണ്. വെള്ളം കുടിക്കാനായി ഞാൻ ചന്ദ്രനിലേക്ക് പോകേണ്ടി വരുമോ? വെള്ളം കിട്ടാതെ ഇവിടെ കിടന്ന് ദാഹിച്ചെന്റെ കാറ്റ് പോകുന്നത് തീർച്ചയാണ്. ഈ കൊച്ചുകൂടെ പങ്കാളത്തെ എഴുന്നേപ്പിക്കേണ്ട എന്താവശ്യമുള്ളത്? വെള്ളത്തെ രക്ഷിച്ചേ മതിയാവൂ സാർ. എങ്കിൽ വേഗം പോയി വെള്ളം കുടിക്കേ. വെള്ളത്തെ ഞാൻ രക്ഷിക്കും. ഒരു മിനിറ്റ് നിൽക്ക്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആദ്യം പോയി നീ ഫ്രഷ് ആവ്, എന്നിട്ട് നമുക്ക് വെള്ളത്തെ രക്ഷിക്കാം. എന്റെ പുറത്തേക്ക് വെള്ളം എടുത്ത് ഒഴിക്കുന്നോടാ. വിടരുത് കുമാരെ. ഇതിലും കൂടുതൽ വേഗത്തിൽ എനിക്ക് ഓടാൻ കഴിയില്ല. ചേട്ടാ, എനിക്ക് പറക്കാൻ കഴിയുമല്ലോ. ഇത് കണ്ടോ, എല്ലാവരും മൊത്തത്തിൽ ഒരു സ്ഥലത്ത് തന്നെ എത്തി. ഇവരെ നമുക്ക് ഒറ്റയിടിക്ക് തന്നെ ചമ്മന്തി പരുവത്തിലാക്കണം. വേഗം വാ, വേറെ സ്ഥലത്ത് പോയി നമുക്ക് വെള്ളത്തെ രക്ഷിക്കാം. വാ. എത്ര സമയം കൊണ്ട് പറക്കുക? ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്റെ പണി എത്രയും പെട്ടെന്ന് തീരും. അതോടുകൂടി എല്ലാം അവസാനിക്കും. സംശയമുണ്ടോ? എന്നാ ഇത് പിടിച്ചോ. അല്ല, ഇത് വെച്ച് എന്താണ് ചെയ്യാൻ പോകുന്നേ? വേർപ്പിനെ പാഴാക്കാൻ പറ്റില്ല. ഇതും ലിക്വിഡ് തന്നെയാണ്. അതെ, മിനറൽ വാട്ടർ പോലെ പരിശുദ്ധമായതാണ് നമ്മുടെ വേർപ്പ്. നിനക്ക് വെള്ളത്തിനെ സേവ് ചെയ്യണമെന്നല്ലേ ആഗ്രഹം? എന്നാ ഈ സമൂസയെ സൂക്ഷിച്ചെന്ന് നോക്ക്. സ്കൂളിൽ പോകുമെന്ന നല്ല കുട്ടി, നിങ്ങളെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. അടികൈ, എങ്ങനെയുണ്ട് എന്റെ കവിത? ശബ്ദം പുറത്തു വന്നിരുന്നെങ്കിൽ വായി തോന്നിയതൊക്കെ ഞാൻ വിളിച്ചു പറയുമായിരുന്നു.
വായും തുറന്നു വെച്ച് ആംഗ്യം മാത്രം കാണിക്കുന്നു. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. കണ്ണസാറിന്റെ വണ്ടി കേടായി പോയി. ഈ സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാൻ നിങ്ങൾ ഞങ്ങളെ ഒന്ന് സഹായിക്കോ? നമുക്ക് എത്രയും പെട്ടെന്ന് സെയിൽസ്മാനെ കണ്ടെത്തണം, എങ്കിലേ നമ്മുടെ ശബ്ദം തിരിച്ചു കിട്ടൂ. കൊച്ചളിയും പറഞ്ഞു വരുന്നത് സഹായിക്കാൻ പാടില്ലെന്നാണ്. ബിൽഡിങ്ങിൽ കയറാൻ എന്നും നമുക്ക് എളുപ്പം ലിഫ്റ്റാണ്. നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ അത് വലിയ തെറ്റാണ്. നിങ്ങൾ ഇന്നു മുതൽ എത്ര ദുഷ്ടന്മാരായത്? ആരുമില്ലെങ്കിൽ എന്താ, ഞാനുണ്ടല്ലോ. ഞാൻ നിങ്ങളെ സഹായിക്കാം. വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. ഹണിയും പണിയും ദുഷ്ടന്മാരായി മാറി. സണ്ണി ഇപ്പോൾ നല്ലവനായി. അടികൈ, ഇനി എന്റെ വീട്ടിലേക്ക് വന്നു പോകരുത്. അത് ശരി, നിഷേധിക്കാണ്. നിങ്ങളല്ല കണ്ണസാറാണ് ദുഷ്ടനെന്നല്ലേ? ഹണി, നിന്റെ അടുത്തുനിന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഹൈവേയിൽ വേഗത്തിൽ പോകും വലിയ വലിയ വണ്ടി. കിറ്റി, ഇനി നീ ഇവരോട് സംസാരിക്കുകയാണെങ്കിൽ വലിയ മണ്ടി. മനസ്സിൽ വലിയ സിനിമാ സ്റ്റാർ ആണെന്നാ വിചാരം. സെയിൽസ്മാന്റെ അഡ്രസ് കൊടുത്തപ്പോ ഓട്ടോഗ്രാഫ് തന്നിട്ട് പോന്നു. ഇവന്റെ തലയ്ക്കകത്തൊന്നും ഇല്ലേ? നിന്റെ തെറ്റാ. അല്ല, നിന്റെ തെറ്റാ. മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോ. നിന്റെ തെറ്റാ, നിന്റെ തെറ്റാ. എന്റെ തെറ്റാണ്. നിന്നോട് ഞാനിത് ചോദിച്ചില്ലേ? ആദ്യം വലിയ ആളാവ്, എന്നിട്ട് അതേപോലത്തെ വാൻ വാങ്ങാം. എടാ, അത് സെയിൽസ്മാന്റെ വാനാ. വാ വേഗം. ഇതിനേക്കാളും നല്ലത് ആ സൈക്കിൾ തന്നെയായിരുന്നു. അല്ല, നിങ്ങളുടെ എല്ലാവരുടെയും മുഖം എന്താ ഇങ്ങനെ തക്കാളി പോലെ ചുവന്നിരിക്കുന്നേ? നീ കാരണം ഞങ്ങളുടെ ശബ്ദം മുഴുവൻ പോയിരിക്കയാണ്. നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. എടാ പൂച്ചയായ നിങ്ങൾ എന്തിനാടാ എന്റെ തലയുടെ മുകളിൽ കയറി ഇങ്ങനെ ഇരിക്കുന്നത്? ഒന്നും സംസാരിക്കുന്നില്ല. എങ്ങനെ സംസാരിക്കാൻ പറ്റും? നിന്റെ ടോഫി കാരണം ഞങ്ങളുടെ ശബ്ദം പോയിരിക്കുക. എന്ത്? എന്റെ ശബ്ദത്തിന് ഒരു കുഴപ്പമില്ലല്ലോ. ഞാൻ സംസാരിക്കുന്നുണ്ടല്ലോ. പിന്നെ എങ്ങനെ ഈ ടോഫി കാരണം നിങ്ങളുടെ ശബ്ദം പോവും? നീ കാരണം കിറ്റ് ദേഷ്യം പിടിച്ചിരിക്കുക. സെയിൽസ്മാൻ ദേഷ്യം പിടിച്ചെങ്കിൽ അതിന് കാരണം ഇവൻ തന്നെയാണ്. കിറ്റിക്ക് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ ഇവൻ എന്താ? നിന്നെ ഞങ്ങൾ വെറുതെ വിടാൻ പോകും. മണി അടിക്കുന്നത് കേട്ടില്ലേ? വേഗം കഥവ് തുറക്ക. മണി അടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മണിയെ പൊട്ടിച്ചു കളയാം. എന്തിനാ കഥ തുറക്കുന്നത്? ഹണി, ആദ്യം നിന്റെ ബുദ്ധി തുറക്കാൻ നോക്ക്. എന്നിട്ട് അതിന്റെ അകത്തുള്ള തുരുമ്പൊക്കെ വെളിയിലാക്ക്. എന്നിട്ട് മറ്റുള്ളവർ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്ക്. മനസ്സിലായോ? പോപ്പട്ടെ, നീയും ആ കന്നാസാറിനെ പോലെ ആയിപ്പോകരുത്. ചില സമയങ്ങളിൽ നീ സംസാരിക്കുന്ന അദ്ദേഹത്തെ പോലെ ഉണ്ട്. നിക്ക്, ഞാൻ തന്നെ പോയി തുറക്കാം. അല്ല സാർ, ഞാൻ അകത്തേക്ക് ഒന്ന് വന്നോട്ടെ? ഇത്ര അകത്തേക്ക് വന്ന് ചോദിക്കണ്ട. ചോദിക്കുമ്പോ പുറത്ത് നിന്ന് ചോദിക്കാൻ നോക്ക്. എന്നോട് ക്ഷമിക്കൂ സാർ. ആദ്യം ഞാൻ ആരാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാനാണ് ബേച്ചുലാൽ. സെയിൽസ്മാൻ അല്ലേ? ഇതെന്തായാലും അല്പം കൂടുതലാ. ഇത്ര വലിയ ഇൻട്രൊഡക്ഷന്റെ ആവശ്യമൊന്നുമില്ല. എന്തിനാ വന്നതെന്ന് വേഗം അങ്ങ് പറഞ്ഞാ മതി. ഏ? ഓ? ശരി, അങ്ങയുടെ പക്കൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത്? എന്റെ പക്കൽ ഈ ഫോൺ ഉണ്ട്. ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അടുത്തുള്ളവരുമായി ഫ്രീ ആയി സംസാരിക്കാം. വാവ്, എങ്ങനെ? ദാ ഇതിങ്ങനെ ചെവിയിൽ വെച്ചുകൊണ്ട് അടുത്തുള്ളവരോട് നിങ്ങൾ സംസാരിച്ചാൽ മതിയല്ലോ. ഒരു പൈസ പോലും ബില്ലടയ്ക്കണ്ട. ഡെമോൺസ്ട്രേഷൻ കാണിക്കട്ടെ. ഹലോ ഹലോ, ഇയാള് പറയുന്നത് സത്യമാണ്. എടോ, അടുത്തുള്ള ആൾക്കാരോട് സംസാരിക്കാൻ വേണ്ടി കാതിൽ ഫോൺ വെച്ച് സംസാരിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? അതൊക്കെ നിങ്ങളുടെ പ്രശ്നമാണ്. എന്റെ ജോലി ഇത് വിൽക്കുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ വേണമെങ്കിൽ ക്ലോക്ക് എടുത്തോ. വേണ്ട വേണ്ട, ഞങ്ങൾക്ക് ഈ ക്ലോക്ക് വേണ്ട. ഇതിലാണെങ്കിൽ 3 മുള്ളുണ്ട്. 3 മുള്ളും വേറെ വേറെ സമയമാണ് കാണിച്ചോണ്ടിരിക്കുന്നത്. ഈ ടോഫി കഴിച്ചപ്പോൾ വ്യത്യസ്തമായ ഒരു ഫീൽ ഉണ്ടാകുന്നു. അല്ല, എന്റെ ശബ്ദത്തിന് എന്താണ് സംഭവിച്ചത്?
ഇതെന്ത് പറ്റി? നമ്മളെന്താ പെട്ടെന്ന് സൈലന്റ് മോഡിലായത്? ശരിയല്ലെന്നാണോ? എന്താടാ നീ പറയാൻ വരുന്നേ? അപ്പൊ ഇവർക്ക് ആവശ്യം ഒരുപാട് വെള്ളമാണ്. വഴക്കടിക്കുന്ന നിർത്ത്. ശബ്ദം വീണ്ടും പുറത്തുകൊണ്ടുള്ള വഴി നോക്കാം നമുക്ക്. നമ്മുടെ ശബ്ദം പോയിരിക്കുകയാണ്. ഞാൻ രാവിലെ മുതൽക്ക് ഒന്നും കഴിച്ചിട്ടില്ല. നമ്മൾ സെയിൽസ്മാനെ കണ്ടെത്തണം. നമുക്ക് സെയിൽസ്മാനെ കണ്ടെത്താം. ആ, പോയി കണ്ടുപിടിക്കാം. വാ. എടുത്ത് കഴിക്കുന്നേ. ഇത് നല്ല രസമുണ്ട്. ഞാനിപ്പോ ചെക്ക് ചെയ്ത് നോക്കിയതേ ഉള്ളൂ. തന്റെ സ്നാക്സിനകത്ത് ഉപ്പൊന്നും ഇല്ലല്ലോ. ആ? ഇത് സ്നാക്സ് അല്ല, രസഗുളയാണ്. ഓ, അടിപൊളി അടിപൊളി, നന്നായിട്ടുണ്ട്. ഇന്നത്തെ ദിവസം തന്നെ പോക്കായി. ഹലോ എവരിവൺ, എല്ലാവരും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. കൂട്ടുകാരെ, സമയം എത്തിയിരിക്കുകയാണ്. എന്റെ തങ്കമുത്ത് കേക്ക് കട്ട് ചെയ്യും. അച്ഛാ, തങ്കമുത്ത് കേക്ക് കട്ട് ചെയ്യെങ്കിലേ പിന്നെ ഞാൻ ഏത് കേക്കാ കട്ട് ചെയ്യുന്നേ? എന്റെ മരുന്നിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാ. കേക്ക് കൊണ്ടുവരൂ. എന്റെ കയ്യ്. ഇതുവരെ ഇതില് കാൻഡിൽ വെച്ചില്ലേ കൊച്ചളിയ? നിൽക്ക്, ഞാൻ പോയി എടുത്തോണ്ട് വരാം. ഹുയ്, ഹൈ. ഇത് എങ്ങനെയാ മുകളിൽ വെക്കുക? എടാ വേണ്ട ഹണി. എന്റെ അമ്മച്ചി. ഹണി, എന്തായി കാണിച്ചത്? എടാ നീ എന്തിനാ കേക്ക് നശിപ്പിച്ചത്? ഞാനിത് ഇപ്പൊ തന്നെ ശരിയാക്കി തരാം കൊച്ചളിയ. ഈ ഹണി വീണ്ടും എന്തോ മണ്ടത്തരം കാണിച്ചെന്നാ തോന്നുന്നത്. എന്തായാലും ഒന്ന് പോയി. ഇത് കഴിക്കാൻ ഉണ്ടാക്കിയതാണോ അതോ മ്യൂസിയത്തിൽ വെക്കാൻ ഉണ്ടാക്കിയതാണോ? ഷേപ്പ് മാറിയെന്നേ ഉള്ളൂ, പക്ഷെ ടേസ്റ്റ് നന്നായിട്ടുണ്ട്. ആ? അതെ, ഇപ്പൊ ടേസ്റ്റ് അല്പം കുറഞ്ഞു പോയി. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട, ഞാൻ വെള്ളം ഒഴിച്ച് ഇപ്പൊ തന്നെ കഴുകി തരാം. കേക്ക് മുഴുവൻ നശിച്ചു പോകുന്നതിന് മുമ്പായിട്ട് എല്ലാരും കഴിക്ക്. എന്നാ കഴിക്ക്. പിടിച്ചോ. എല്ലാരും കഴിക്ക്. എല്ലാരും വയറ് നിറച്ച് കഴിക്ക്. നിനക്കാ കൊണ്ടത്. അടിപൊളി, പോയി കളിക്കാം. ഞാനും കളിക്കും. ഇതോ കേക്ക് ഫൗണ്ടൻ. എന്താ പറ്റേ? എന്താ ഇത്? എന്നെ എറിയിരിക്കുകയാണ്. എല്ലാരും എറിയേ.
ഫുഡ് ഫൈറ്റ്. ഉയ്, എന്നെ വിട്ടേക്ക്. എന്നെ ഒന്നും ചെയ്യരുത്. എല്ലാ കേക്കും വയറ്റിനകത്ത് പോയി വയറങ്ങ് നിറഞ്ഞു പോയി. സംശയമുണ്ടോ? വേണ്ട കുട്ടാ വേണ്ട, നിന്റെ അച്ഛനോട് പോയി പറഞ്ഞേക്കരുത്. പരുവക്കൾ നമുക്ക് പോയി കളിക്കാം. ആദ്യമായിട്ട് കിട്ടിയ ഓർഡർ ആയിരുന്നു. ഇവന്മാർ എല്ലാവരും ചേർന്ന് അത് നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. കഴിഞ്ഞോ കൊച്ചളിയ? കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു? അടിപൊളിയായിട്ടുണ്ട്. ഓഹോ, വളരെ നന്നായിട്ടുണ്ട്. ശരി, അതിന് മുകളിലേക്ക് കയറ്റി വെക്ക്. അല്പം കൂടി മുകളിലേക്ക്, അല്പം കൂടി. ഇനി മുകളിലോ? ഇത്രയും മുകളിലേക്ക് എന്തിനാ ഇത് കയറ്റുന്നത്? മാഡം പറയുന്നത് കേക്കടാ. ആളുകളെ കണ്ട് വായിക്കേണ്ടതല്ലേ, പിന്നെ എന്തിനാ എത്ര മുകളിലേക്ക് കയറ്റുന്നത്? അതുകൊണ്ട് പറഞ്ഞു പോയതാ. നീ പറഞ്ഞത് ശരിയാ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നീ ഇത്രയധികം ചിന്തിച്ചത്. നിന്റെ ചിന്ത എന്തായാലും വലുതാ. അടിച്ചു പൊളിച്ചു തിമിർത്തു. അല്പം കൂടി, അങ്ങനെ തന്നെ ആ, മതി. നന്നായിട്ടുണ്ട്, വീട്ടേക്ക്. എടാ സൂക്ഷിച്ച്. ഓ എടാ, തത്തേരെ തലേന്ന് കിളി ഉറക്കുന്ന കണ്ടോ? കൊച്ചളിയ, ഇവൻ തലക്കകത്ത് നിന്ന് വന്ന കിളികൾ അവസാനം എവിടെ പോയി താമസിക്കും? എന്താ ഇത്? ജോലിയുടെ ആദ്യ ദിവസം തന്നെ ആദ്യമായി ചെയ്ത ജോലി നിങ്ങൾ നന്നായി ചെയ്തില്ല. പോപ്പറിന് വേഗം പുറത്തേക്ക് എടുക്ക്. പോപ്പട്ടെ, നീ നന്നായിട്ട് കുടുങ്ങിയിരിക്കുന്നു. അതെ കൊച്ചളിയ, ഇവൻ പുറത്തേക്ക് വരുന്നേ ഇല്ല. എടാ നിർത്ത. ഇവന്റെ തലയ്ക്ക് ചുറ്റും ഇപ്പൊ ഒരുപാട് കിളികൾ പറക്കുന്നുണ്ടല്ലോ. മുറിവേ ഞാൻ കെട്ടിത്തരാ. വേണ്ട, മര്യാദകളെടുത്ത് പൊക്കണം. എന്റെ പൊന്നു പോപ്പട്ടെ, താ. തെറ്റ് എന്റേതാണല്ലോ. നിന്നോടാ പറഞ്ഞത് പോവാൻ. എന്നെ ഒരു പരുവത്തിലാക്കി. ഈ ഒറ്റ ചിറകും വെച്ച് ഞാൻ ഇനി എങ്ങനെ പറക്കും? പേപ്പർ പോലും എന്നേക്കാൾ ഉയർത്തി പറക്കുന്നുണ്ട്. സംശയമുണ്ടോ? എടാ തരാനാ പറഞ്ഞ. സോറി, നീ ഇത് തനിയെ ചെയ്യുന്നത് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇപ്പഴാ പിടി കിട്ടിയത്. മാഡം എന്തിനു വേണ്ടി എത്രയും പൊക്കത്തിന് ബോർഡ് വെക്കാൻ പറഞ്ഞെന്ന്. കൂട്ടുകാരെ, നിങ്ങൾ എന്തായാലും ചെയ്തത് നല്ല കാര്യം തന്നെയാ. ഈ സിറ്റിയിൽ എന്തായാലും ഇങ്ങനെ ഒരെണ്ണം അത്യാവശ്യമായിരുന്നു. പ്ലീസ് വന്നിരിക്കൂ ജിറാഫ് ചേട്ടാ. എടാ, ഇരുന്നിട്ട് മുഖം കാണാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന്റെ മുഖം ആരെങ്കിലും കാണുന്നത് ഇദ്ദേഹത്തിന് ഇഷ്ടമല്ലെന്നാണ്. പിന്നെ ഞാൻ വന്ന കാര്യം പറഞ്ഞേക്കാം കേട്ടോ. നാളെ എന്റെ ജീവൻ എന്റെ ചക്കര മുത്ത് എന്റെ തങ്കക്കുടത്തിന്റെ ജന്മദിനമാണ്. അതായത് ഹാപ്പി ബർത്ത്ഡേ ആണ്. എന്റെ പൊന്നച്ച, ഈ ജന്മദിനം എന്റേതാണ്. ഈ ചക്രക്കുട ആരാ? അത് നീ തന്നെയാണ് എന്റെ മുത്തേ. ഇതാ നോക്കൂ, എന്റെ പുന്നാരം മോന്റെ ബർത്ത്ഡേ പാർട്ടിയെ നിങ്ങൾ തന്നെ ഓർഗനൈസ് ചെയ്യണം. തീർച്ചയായും മിസ്റ്റർ ജിറാഫ്, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ ബർത്ത്ഡേ പാർട്ടി ഈ സിറ്റി തന്നെ വാ പൊളിച്ചു നോക്കും. എന്നാൽ ഇതാ പിടിച്ചോളൂ അഡ്വാൻസ്. താങ്ക് യു ജിറാഫ് സർ. ശരി, എന്നാൽ ഞങ്ങൾ ഇപ്പോൾ പോവുകയാണ്. നാളെ പാർട്ടിയിൽ വെച്ച് കാണാം. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടല്ലേ? എനിക്കിത് വലിയ ഇഷ്ടമാണ്. വാ, ഞാൻ വേറെ കാണിക്കാം. നല്ല സുഖമുള്ള തണുപ്പിതാണ്. ഒരു കൂൾ ഡ്രിങ്ക്സ് തരൂ വേഗം. ഇപ്പൊ തരാം. അടിപൊളി. രക്ഷപ്പെട്ടു.
വീട്ടിലേക്ക് വരണ്ടേ? ആ ആന കുരങ്ങനോട് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഒരു കുഴപ്പമില്ല, ഞാനത് ഇപ്പൊ വരാം. ഇപ്പൊ ഇഷ്ടപ്പെട്ടോ? എന്താ ഞാൻ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാം. ഇപ്പോഴും ചിരി വരുന്നില്ലേ? കുഴപ്പമില്ല, ഞാൻ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാം. ഇനി എന്നെ ചിരിപ്പിച്ചില്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്റെ അച്ഛനെ വിളിക്കും. എനിക്കെന്താ നിന്റെ അച്ഛൻ്റെ അടുത്ത് പേടിയെന്ന് വിചാരിച്ചോ? അച്ഛാ